സ്വയം അസ്തമിച്ച പകൽ എന്ന വിശേഷണം ഏറ്റവും കൂടുതൽ ചേരുന്നത് ദിലീപിനാണെന്ന് ഉറപ്പിച്ച് പറയാനാകും. ഒരു കാലത്ത് മലയാള സിനിമ എന്നാൽ അത് ദിലീപായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പല സിനിമകളും കാണുമ്പോൾ ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപ് എന്ന നടന്റെ വ്യക്തി ജീവിതത്തിലും അഭിനയ ജീവിതത്തിലും കരിനിഴൽ വീഴ്ത്തിയെങ്കിലും സിനിമകൾ പരാജയപ്പെടുന്നതിന് കേസ് കാരണമാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാമലീലയുടെ വിജയം. ദിലീപിന്റെ സിനിമകൾ കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പ്രേക്ഷകരെ തൃപ്തിയാക്കുന്നത് പോയിട്ട് സ്വന്തമായിട്ട് പോലും തൃപ്തി വരുത്താൻ ദിലീപിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. താനിപ്പോഴും ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഈ മഹാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. അത് 100% സത്യമാണ്. പുള്ളിക്ക് ഇപ്പോഴും വെട്ടത്തിന്റെ ലൊക്കേഷനിൽ നിന്നും വണ്ടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ്. അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു. സല്ലാപവും ജോക്കറും കഥാവശേഷനും ഗ്രാമഫോണും അരികയും അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ആളുകൂടിയാണ് ദിലീപ്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയറിൽ ദിലീപിന് പലപ്പോഴും തിരിച്ചടിയാവുന്നത്. ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരനാണ് അദ്ദേഹം ഇപ്പോഴും. 2025 എത്തി നിൽക്കുമ്പോഴും മലയാള സിനിമയുടെ മാറ്റങ്ങൾ അദ്ദേഹം അറിയാതെ പോകുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, പ്രേക്ഷകർക്ക് ഇത് മതി എന്നൊരു തോന്നലാണ് ഇതിൽ പുറകിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അരിപ്പൊടി വീഴുന്ന, കേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന, എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികൾ, പിന്നെ ഒരു പട്ടിയും സിനിമയിൽ ഉടനീളം ഉണ്ടാവുക, അങ്ങനെ ഒരേ പാറ്റേണിലാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം. ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ്. അദ്ദേഹം ഇപ്പോഴും 15 വർഷം പുറകിലാണ്. ഇപ്പോഴുള്ള മലയാള സിനിമയുടെ കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല, ശ്രമിക്കുന്നുമില്ല. കമ്മാര സംഭവത്തിന്റെ പ്രൊമോഷൻ സമയത്ത് മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്, ദിലീപ് എന്ന നടൻ തന്റെ കഴിവിന്റെ 50% പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന്. അതിന് ദിലീപ് എന്ന നടനും കൂടി വിചാരിക്കണം. തന്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പഴംതൊലി തമാശകളും പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടുള്ള പ്രണയഗാനങ്ങളും അരിപ്പൊടി വീഴുന്ന, കേക്ക് തട്ടിത്തെറിപ്പിക്കുന്ന, എലിയുടെ പുറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികളല്ല വേണ്ടത് എന്നൊരു ചിന്ത വേണ്ടത് അദ്ദേഹത്തിനാണ്. കാലം മാറിയേ. ഇതൊക്കെ ക്രിഞ്ചാണെന്ന് നഴ്സറി കുട്ടികൾ പോലും സമ്മതിക്കുമ്പോഴാണ് പോക്കറ്റിലും കൈയിട്ട് പ്രേമിക്കാൻ നടക്കുന്നത്. ഇത്തിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ പുതിയ വല്ല സംവിധായകരെയും കൂട്ടുപിടിക്കുക. അല്ലെങ്കിൽ ആളുകൾ കൂട്ടത്തോടെ സിനിമ ബഹിഷ്കരിക്കുന്ന കാലം വരും. ദയവ് ചെയ്ത് നടിയുടെ ആക്രമണത്തിന്റെ പേരിൽ ശത്രുക്കൾ ചെയ്യുന്ന പകപോക്കലാണ് തന്റെ സിനിമയുടെ പരാജയം എന്ന് മാത്രം പറഞ്ഞേക്കേട്ട്. മടുത്തിട്ടാണ് സത്യം.